മാഡം, ഇതെടുത്തത് മുക്തയെ അവന്തിക്കയാ. മാഡത്തിനെ മാനസികമായി തകർക്കാൻ മാത്രമാ മുറി കയറി മോഷ്ടിച്ചത്. അവരെ പോലെയുള്ളവരെ ഹോസ്റ്റലിൽ നിർത്തരുത് മാഡം. ഞങ്ങളോട് പകരം ചോദിക്കാൻ അവരെന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരെ പുറത്താക്കണം മാഡം. അവര് ചെയ്തത് തെറ്റാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവര് നിങ്ങളെ ആരെയല്ല ലക്ഷ്യം വെച്ചത്, എന്നെയാണ്. എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇവർക്കൊരു ഉപയോഗവും ഇല്ലാത്ത ഈ സാധനങ്ങൾ മോഷ്ടിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇവരിത് ചെയ്തത്. പക്ഷെ അതിന് ഞാൻ ഇവരെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാരണം അത് ഞാൻ സ്വന്തം കാര്യത്തിന് പകരം വീട്ടുന്നത് പോലെയാവും. ഞാൻ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് തിരുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പകരം വീട്ടാനല്ല. എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ക്ഷമിച്ചാൽ തെറ്റുതിരുത്തി നന്നാവുന്നവരാണോ ഇവരൊക്കെ? ബാക്കിയുള്ള കുട്ടികളെ കൂടെ ബുദ്ധിമുട്ടിക്കേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്താ എന്ത് സംഭവിക്കുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. ഈ വിഷയത്തിൽ ഇവരെ ശിക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളെ മാനസികമായി തകർക്കാൻ, ഇത്രയും നീചമായ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച നിമിഷം തന്നെ ഇവരൊക്കെ മനുഷ്യജന്മങ്ങളല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. മനുഷ്യത്വം ഇല്ലാത്ത ഇവരെ ക്ഷമിച്ച് വിട്ടാലെങ്കിലും ഇവര് നന്നാകൂന്ന് നോക്കാം. എല്ലാവരും റൂമിലേക്ക് പൊയ്ക്കോ. എന്തിനാ മാഡം അവരെ വിട്ടുകളഞ്ഞത്? മാഡം ചെയ്ത തന്നെയാ ശരി. ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവരോട് ക്ഷമിക്കുകയാണ്. ചെയ്ത തെറ്റിന്റെ കുറ്റബോധം കാരണം ഇവര് നന്നാവൂന്ന് നമുക്ക് നോക്കാം. അതിനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും മാഡം എടുക്കുന്ന തീരുമാനങ്ങളിലെ പക്വത കാണുമ്പോൾ ആരാധന തോന്നാറുണ്ട് മാഡം. നീ എന്നെ ആരാധനയോടെ കാണുന്നുണ്ടാവും. പക്ഷെ എന്റെ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പമുള്ള സ്ഥാനമാണ് ഇന്ന് നിനക്കുള്ളത്. അയ്യോ മാഡം, എന്തൊക്കെയാ പറയുന്നേ? നീ എനിക്ക് എത്ര വലിയ ഉപകാരമാണ് ചെയ്തതെന്ന് നിനക്കറിയില്ല. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിന്നോട് ഞാൻ അത്രയ്ക്ക് കടപ്പെട്ടിരിക്കുക. മാഡം, ദയവ് ചെയ്ത് എന്നോട് നന്ദിയൊന്നും പറയരുത്. മാഡം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ ഞങ്ങളെല്ലാവരും തകർന്നുപോയി. ഞങ്ങൾക്കെല്ലാം പഴയ ഉരുക്ക് വനിതയായ ഭൂമിക മാഡത്തിനെ കാണാനാണ് ഇഷ്ടം. ആ ധൈര്യവും ശരിയും കാണാൻ ഇതല്ല, ഇതിനപ്പുറവും ഞങ്ങൾ ചെയ്യും. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. നിങ്ങളോടൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. പോട്ടെ. ഭൂമിക മാഡത്തിനെ ഇത്രയും ഇമോഷണലായി ഞാൻ കണ്ടിട്ടേ ഇല്ല. പുറമെ പരുക്കൻ സ്വഭാവമുള്ളവരാണെന്ന് കാണിക്കുന്നവർ പലരും ശരിക്കും ലോല മനസ്സുള്ളവരായിരിക്കും. കാലം ഏൽപ്പിച്ച മുറിവുകളായിരിക്കും അവരെ കൂടുതൽ കർക്കശക്കാരാക്കി മാറ്റുന്നത്. ഭൂമിക മാഡത്തിന് ജീവിതത്തില് എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. വാ.